പ്രശസ്ത പ്രവാസി സാഹിത്യകാരനായ ശ്രീ കാരൂർ സോമനം കുടുംബവുമാണ് ഇന്ന് നമ്മോടൊപ്പം നീലാംബരിയിൽ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്നത്. സാറിൻ്റെ കുടുംബത്തിനും നീലാംബരിയിലേക്ക് സ്വാഗതം. സാറിന് എഴുതാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായത് എങ്ങനെയാണ്? അല്ലെങ്കിൽ എന്താണ് സാർ എഴുതണം എന്ന് തോന്നിയതിൽ എങ്ങനെ സംഭവിച്ചു? എഴുത്ത് എന്ന് പറഞ്ഞ മേഖലയിലേക്ക് എങ്ങനെ വന്നു? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം മുതലേ എഴുതി തുടങ്ങാറുണ്ട്. അതിനൊരവസരം ലഭിച്ചത് എൻ്റെ സ്കൂളിലെ ഈ സാഹിത്യ കലാ മത്സരങ്ങളാണ്. അപ്പം ഉദാഹരണത്തിന് പദ്യപാരായണ മത്സരം. അപ്പോൾ ഞാൻ ചിന്തിച്ച് എന്തുകൊണ്ട് എനിക്കൊരു കവിത എഴുതി അവതരിപ്പിച്ചുകൂടാ. അന്നേരം നമ്മുടെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വള്ളത്തോളെ, ഉള്ളൂറെ, കുമാരനാശാൻ, അങ്ങനെ പ്രമുഖരായിട്ടുള്ള കവികളുടെ കവിതകൾ ധാരാളം വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെ ബേസ് ചെയ്ത് തന്നെ അത്തരത്തിൽ അന്ന് ഞാൻ അലങ്കാരവും വൃത്തമൊക്കെ ഒപ്പിച്ച് ആണ് എഴുതുന്നത്, ഇപ്പോഴത്തെ പോലല്ല. അങ്ങനെ ഞാൻ അക്ഷരങ്ങൾ എണ്ണി പറക്കി കവിതയോട് അങ്ങ് ആരംഭിച്ചു. ഇത് സീരിയസ് ആയത് എപ്പോഴാണ്? ഈ എഴുത്ത് നമുക്കൊരു പറ്റിയ മേഖലയാണെന്നും നമുക്ക് വഴങ്ങുന്ന ഒരു മാധ്യമമാണെന്നും അറിഞ്ഞത് എപ്പോഴാണ്? അത് ഈ പ്രവാസ ജീവിതത്തിന് നോ അതിന് മുൻപ് തന്നെ അറിഞ്ഞു. കാരണം അതിന് കാരണം ഇത് നാടകമാണ്. നാടകം സ്കൂളിലും കോളേജിലൊക്കെ നാടകം ഒന്നും മത്സരമുണ്ട്. അത് സെയിം ചിന്ത തന്നെ വന്നു, എന്തുകൊണ്ട് നാടകം എഴുതി അവതരിപ്പിച്ചുകൂടാ. അപ്പോൾ അന്ന് പ്രധാനമായിട്ടും CL ജോസ്, NN പിള്ള, കടൂർ G ചന്ദ്രൻപിള്ള ഇവരുടെയൊക്കെ നാടകങ്ങളാണ് മത്സരത്തിന് വരുന്നത്. അപ്പോൾ എൻ്റെ നാടകം എന്നോടൊപ്പം പഠിക്കുന്ന കുട്ടികളെ പങ്കെടുപ്പിച്ച് ഞാൻ മത്സരത്തിൽ അത് അവതരിപ്പിക്കും. പക്ഷേ ഒന്നും പ്രൈസ് കിട്ടാതെ പോയിട്ടില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഹാസ്യ നടന് എല്ലാ വർഷവും എൻ്റെ നാടകത്തിനാണ് കിട്ടുന്നത്. അതൊരു പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അത്. പിന്നെ പ്രൈസ് അല്ല, പക്ഷേ അതെനിക്കറിയില്ല. ഞാൻ സത്യത്തിലൊരു കോമഡിയനല്ല സത്യത്തിൽ. പക്ഷേ എൻ്റെ ക്യാരക്ടർ ദേവൻ എന്ന് പറയുന്നത്, വെട്ടിക്കോട്ടുള്ള ദേവൻ, അവനെ ഞാൻ എടുപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ തന്നെയാണ് അതിൻ്റെ ഡയറക്ഷൻ. പക്ഷെ അവനത് രംഗത്ത് എങ്ങനെ ഫലിപ്പിച്ച് ആൾക്കാരെ ചിരിപ്പിച്ച് അവൻ ഫസ്റ്റ് വാങ്ങിച്ചിരിക്കും. അതാണ് അങ്ങനൊരു ഭാഗ്യം. അല്ല, സീരിയസ് ആയിട്ട് വരാൻ കാരണം പോലീസിന്റെ ഭീഷണിയും അവരുടെ സമീപനവും. പോലീസ് എന്തിനാണ് ഭീഷണിപ്പെടുത്തുന്നത്? ഞാൻ ഇരുളടഞ്ഞ താഴ്വര എന്നൊരു നാടകം എൻ്റെ സ്കൂളിൽ അവതരിപ്പിച്ചു. ഞാൻ പഠിച്ചത് VVHS താമരക്കുളം സ്കൂളിലാണ്. അന്ന് ഈ നാടകം കണ്ടതിന് ശേഷം മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ ജോലിയുള്ള ചില പോലീസുകാരെന്ന് കുട്ടികളോട് പഠിക്കുന്നുണ്ട്. പോലീസുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റാണ്. അതെ, പോലീസുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആയിരുന്നു അത്. അന്നത്തെ ജന്മിത്വവും ഈ പോലീസിൻ്റെ തേർവാഴ്ചയൊക്കെ നടക്കുന്ന കാലമാണത്, എൻ്റെ ചെറുപ്പം എന്ന് പറയണത്. അപ്പോൾ അന്ന് അതിനെതിരെയാണ് ഇരുളടഞ്ഞ താഴ്വര ഞാൻ എഴുതിയത്. അത് അവതരിപ്പിച്ചു. അപ്പം ആ പോലീസുകാരൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ ഇങ്ങനെ പോലീസുകാർക്കെതിരെ ഇങ്ങനെ ഒന്നും എഴുതരുത്, അത് നന്നാവില്ല, ഇതാന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാനത്ര കാര്യമാക്കിയില്ല. കാരണം പോലീസുകാരനല്ലേ, അയാൾക്കെതിരെ എന്തെങ്കിലും എഴുതുമ്പോൾ അങ്ങർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും. ഞാനത് ബോധർ ചെയ്തില്ല. അത് പിന്നെ നൂറിനാട് ലെപ്രസി സാനിറ്റോറിയത്തിൽ അവരുടെ വാർഷികത്തിന് അത് അവിടെ അവതരിപ്പിക്കണമെന്ന് അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു. അങ്ങനെ അതിൻ്റെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നോട്ടീസ് പുറത്തിറങ്ങി. അങ്ങനെ വീണ്ടും അവരറിഞ്ഞു. അപ്പോൾ മറ്റൊരു പോലീസുകാരൻ സിവിൽ യൂണിഫോമിൽ, ഞങ്ങൾ റിഹേഴ്സൽ ഒരു റബ്ബർ തോട്ടത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അവിടെ വന്നു. അന്നേരം പറഞ്ഞ്, ഇപ്പോൾ എൻ്റെ പേര് ചോദിച്ച് ഞാൻ കണ്ടുപിടിച്ചു, നീ ഇങ്ങോട്ട് വന്നേ. എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, നീ എൻ്റെ ഒപ്പം വാ, മാവേലിക്കര സബ് ഇൻസ്പെക്ടർക്ക് നിന്നെ കാണണമെന്നുണ്ട്, നീ ഒരു വലിയ നാടകൃത്താണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് നിന്നെ. അന്നേരം ഒരു 15 വയസ്സൊക്കെ കാണുമായിരിക്കും, അത്രയൊക്കെ ഉള്ളായിരിക്കും. സ്കൂൾ ജീവിതമല്ലേ, 10ാം ക്ലാസ് വെച്ചാണ് തോന്നിയത്. അവിടെ കൂടെ പോയി. അപ്പം ബസ് കറ്റാണത്ത് നിന്ന ബസ് അന്ന് അങ്ങോട്ടുള്ളത്, ചാരുമൂട് കറ്റാണം, പിന്നെ അവിടുന്ന് വടക്കോട്ട കുറത്തേട് വഴിയാണ് മാവേലിക്കര ചെല്ലുന്നത്. കുറച്ച് നേരം അവിടെ കാത്തു നിന്ന്, പിന്നെ എനിക്ക് ടിക്കറ്റ് വേണ്ടായിരുന്നു. പോലീസുകാരൻ പറഞ്ഞു ഇതെൻ്റെ കക്ഷിയാണ് എന്നൊക്കെ പറഞ്ഞു, എന്താ അറിയില്ല. അപ്പം അവിടെ ചെന്നതിന് ശേഷം എന്നെ ഇൻസ്പെക്ടറുടെ മുറിയിലോട്ട് കൊണ്ട് ചെന്നു. അദ്ദേഹം വളരെ സൗമ്യനായിട്ട് ആദ്യം ഇങ്ങോട്ട് എഴുന്നേറ്റിട്ടുണ്ടെന്ന് ഞാൻ വിചാരിച്ചു എന്നെ സ്വീകരിക്കാൻ അദ്ദേഹം എഴുന്നേറ്റ് വന്നായിരിക്കുമെന്ന. പക്ഷേ ആദ്യം കിട്ടുന്ന കാരണത്തൊരു അടിയാണ്. നീയാണോടാ ഞങ്ങൾക്കെതിരെ എഴുതുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നാടകം എഴുതിയാൽ കിട്ടിയ ആദ്യത്തെ അടി, ആദ്യത്തെ അവാർഡ് അതാണ്. അത് നമുക്ക് ശരിക്കും പ്രചോദനമായി പറഞ്ഞാൽ അതാണ് സത്യത്തിൽ എന്നെ എഴുത്തിൽ നിലനിർത്തിയത്. അതെ, അദ്ദേഹം എൻ്റെ ഗുരുവാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് ജീവനോടെ കാണില്ല. പത്തനാപുരത്തായ പിന്നീട് ഞാൻ തിരക്കി, എഴുത്തുകാരനാണ് അദ്ദേഹം, ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പത്തനാപുരംകാരനാണെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. പക്ഷെ അദ്ദേഹം കാണില്ല, ഒത്തിരി 100 വയസ്സിന് മേളിൽ കാണാം. അന്ന് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ 30-40 വയസ്സ് കാണുമായിരിക്കും അന്ന്. അപ്പോൾ അങ്ങനെയാണ് നാടകം. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇത് എഴുതണം, നമുക്ക് നമ്മുടെ എഴുത്തുകൾ പലയിടത്തും കൊള്ളുന്നുണ്ട്. പിന്നെ ഞാൻ എഴുതിയ പിന്നൊരു
പിന്നെ ഒരു നോവൽ എഴുതി. അതിനകത്ത് ഇവിടുത്തെ ഗവർണർക്കെതിരെയാണ് എഴുതിയത്. അതിനും എനിക്ക് പല ഊമക്കത്തുകൾ വന്നു. നീ സ്റ്റേറ്റ് ഭരിക്കുന്ന ഗവർണർക്ക് എതിരെ അതെന്താണ് അങ്ങനെ ഈ ആള് അങ്ങനെയുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? അതായത് കാരണം അത് നമ്മൾ ശ്രദ്ധേയനാവാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണോ? ഞാൻ അന്നും ഇന്നും ശ്രദ്ധേയനാകാൻ ശ്രമിച്ചിട്ടില്ല. നോ നെവർ. അല്ല, സാധാരണ അതൊരു തെറ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുക എന്നുള്ള ചിന്താഗതിയോടുകൂടി ശ്രദ്ധേയനല്ല ഉദ്ദേശിച്ചത്, വ്യത്യസ്തനാവുക. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ ഇല്ലല്ലോ. ഇന്നത്തെ പോലെ ഈ എഴുത്തുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഈ നമ്മുടെ ഓരോരോ സംഘടനകളുടെ ഇടയിൽ ഈ പരസ്പര കുത്തും പഴിച്ചാരലും അങ്ങനൊന്നും അന്നൊന്നും അതില്ലല്ലോ. പണ്ടത്തെ സാഹിത്യം എന്ന് പറയുമ്പോൾ ശുദ്ധമായ സാഹിത്യമാണത്, ഇന്നത്തെ പോലുള്ളതല്ല. ഈ നോവൽസ് ഒക്കെ തന്നെ സീരിയലൈസ് ചെയ്യുവാണോ അതോ പബ്ലിഷ് ചെയ്യുവാണോ ചെയ്തിരുന്നത്? അല്ല, അതെല്ലാം പിന്നെ ഒരു സാഹിത്യ സാധന സംഘം ഇറക്കിയതാ, SPCS. അവർ വഴിയാണ്, NBS വഴിയാണ് പുറത്തു വന്നത്. ധാരാളം പുസ്തകങ്ങൾ സാർ എഴുതിയിട്ടുണ്ടല്ലോ, ധാരാളം നോവലുകളായാലും കഥകളായാലും നാടകങ്ങളായാലും ധാരാളം എഴുതി. ഇതെല്ലാം മേഡമൊക്കെ വായിച്ചിട്ടുണ്ടോ? എൻ്റെ കല്യാണ ശേഷമുള്ളതെല്ലാം ഞാൻ വായിക്കാറുണ്ട്. ആദ്യം എഴുതി കഴിഞ്ഞാൽ ആദ്യമേ വായിക്കുന്നത് ഞാനാണ്. ആണല്ലേ? ഞാൻ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയാറുണ്ടോ? തീർച്ചയായിട്ടും. ഏതെങ്കിലും അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ട്. നല്ലതെന്ന് തോന്നുന്നു സ്വീകരിക്കും. തീർച്ചയായിട്ടും. അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ള നിയമമൊന്നുമില്ല. അങ്ങനെ എന്റെ അഭിപ്രായം മാനിക്കുന്നുണ്ട്. ഇപ്പൊ സാറിനിപ്പം നാടകം, നോവൽ, കഥ മാത്രമല്ല, യാത്രാ വിവരണം, പിന്നെ കവിത, എല്ലാ മേഖലകളിലും എല്ലാത്തിലും അഭിപ്രായം വരുന്നു. കൂടുതലും നോവലും കഥകളും. കല്യാണം കഴിഞ്ഞ ശേഷം കൂടുതൽ എഴുതിയിട്ടുള്ള നോവലുകളാണ് തോന്നുന്നു. നാടകങ്ങളും കഥകളും ഉണ്ട്. കവിതകളോട് എനിക്ക് അത്ര വലിയ ഇതെല്ലാം ഉണ്ട്. കവിത അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കൃതി ഏതാണ്? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് നോക്കണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ട എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 നോവലുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്, ഇപ്പം പ്രകാശനം ചെയ്യാൻ പോകുന്നത് കാൽപ്പാടുകള്, പിന്നെ വേറെ കനൽ. അതിന് വല്ല ഭീഷണി കിട്ടാൻ സാധ്യതയുള്ള നോവലാണോ? ഇല്ല, അത് പ്രവാസികളുടെ ജീവിതത്തെ അതിപ്പോൾ അത് ഇച്ചിരി പകുതി പ്രവാസിയും പകുതി ഇവിടുത്തെയാണ്. പക്ഷെ അതിന് ശേഷമുള്ളത് ബുക്ക് മാർക്കിലുള്ളത് കിനാവുകളുടെ തീരം. അത് ഗൾഫ് നോവലാണ്. പക്ഷെ അവിടെ നിന്നൊരു നാടകമുണ്ട്, കടലിനക്കര എംബസി സ്കൂൾ. 4 കവിതകളുള്ളൊരു 4 രംഗമുള്ളൊരു നാടകമുണ്ട്. അതിന് ഭീഷണി ലഭിച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ സ്കൂളിൽ നടക്കുന്ന ഈ ചൂഷണം, ഇവിടുത്തെ സർക്കാരും മാനേജ്മെൻറ്റും തമ്മിൽ നടക്കുന്ന പ്രശ്നം ഇപ്പം നടക്കുന്നില്ലേ, അതുപോലെ അവിടെയും ശരിക്കും സ്കൂൾ മാനേജ്മെന്റ് ചൂഷണം ചെയ്യുന്നു. സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടുക എന്ന ലക്ഷ്യമാണോ ഈ എഴുത്തിൽ പലപ്പോഴും ഉണ്ടാവുന്നത്? അത് തന്നെയാണ്. അതിനപ്പുറത്തൊന്നും അല്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും ഈ ഭീഷണി വരേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. Jai Hind TV, for the family, for the nation. സമൂഹത്തിന് നടക്കുന്ന തിന്മകൾക്കെതിരെ പോരാടുക എന്ന ഒരു മനഃപൂർവ്വം ഉള്ള ലക്ഷ്യത്തിലൂടെയാണോ എഴുതുന്നത്? അല്ല, അങ്ങനെയുള്ള അങ്ങനെ ത്രെഡ് വന്നുപെടണം. അല്ല, അങ്ങനെയല്ല. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്, മനുഷ്യനാണ്. ഇപ്പോൾ ഉദാഹരണം, എൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവനെ എൻ്റെ അച്ഛൻ പുറത്ത് നിർത്തി സംസാരിക്കുന്നു. എനിക്കത് ഇഷ്ടമല്ല. അവന് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ചില സമുദായത്തിൽ, ഈഴവ നായർ സമുദായത്തിൽ കുട്ടംപിള്ള, അതുപോലെ കൃഷ്ണൻ നായർ, ഇവരൊക്കെ ജോലി ചെയ്ത് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വരുമ്പോൾ അവർക്കൊരു സീറ്റ്, മറ്റേ മാധവൻ ഇപ്പോൾ ഞങ്ങളുടെ ജോലിക്കാരനാണ്, അദ്ദേഹം അവരെപ്പോലുള്ള ആൾക്കാർ വരുമ്പോൾ അവർ പട്ടികവർഗത്തിൽപ്പെട്ടവരാണ്, അവരെ താഴെ ഇല വിരിച്ചിട്ട് ഇരുത്തുക. ഇതൊന്നും അംഗീകരിക്കാൻ കാര്യമുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസം മാധവൻ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ വിളിച്ചകത്തിരുത്തി അന്നത്തെ പോലെ അകത്ത് വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ഓരോരോ നമ്മുടെ ഈ ഐത്തങ്ങളും അനാചാരങ്ങളും ഒക്കെ പോരാട്ടമാണ്. അതെ, തീർച്ചയായിട്ടും. എഴുത്തുകാരൻ അങ്ങനെ എഴുത്തുകാരന്റെ കടമയാണിതെന്ന് തോന്നുന്നുണ്ടോ എപ്പോഴെങ്കിലും? അല്ല, അന്നൊരു കടമയായിട്ട് ഞാൻ കണ്ടിരുന്നില്ല സത്യത്തിൽ. അതൊരു കടമയായിട്ടില്ല. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വിപത്തുകളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനാചാരങ്ങളെ ചോദ്യം ചെയ്യേണ്ടത് എഴുത്തുകാരൻ്റെ ചുമതലയാണത്. അവനൊരു രാഷ്ട്രീയക്കാരനെ പോലെ അല്ലെങ്കിൽ ഒരു മത മേധാവിയെ പോലെ നോക്കിക്കണ്ടിരിക്കാൻ പറ്റില്ല. സമൂഹത്തിൽ കാണുന്ന തിന്മകൾക്കെതിരെ അവരാണ് സത്യത്തിൽ രംഗപ്രവേശം ആദ്യമായിട്ട് ചെയ്യേണ്ടത് അവരാണ്. കാരണം തൂലികയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്, അധികാരമല്ല. അപ്പോൾ അവർ രംഗപ്രവേശം ചെയ്യേണ്ട അവരാണ് ചെയ്യേണ്ടത്. പക്ഷേ ചെറുപ്പം മുതൽ എനിക്കിങ്ങനെയുള്ള പീഡാനുഭവങ്ങൾ കുറേ ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട്, എനിക്ക് അതിനോട് ഞാൻ പ്രതികരിച്ചത് എൻ്റെ അക്ഷരത്തിൽ കൂടെയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ഇത്തരത്തിൽ ഇന്നത്തെ പോലെ അത് നല്ലൊരു രീതിയിലോട്ട് വരുമെന്ന് ഞാൻ ഒരിക്കലും ഒന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇപ്പം തന്നെ ഞാൻ ഒളിച്ചോടിയതാണെന്ന് പോലീസിനെ ഭയന്ന് റാഞ്ചിയിൽ നിന്ന് അവർക്ക് വേണ്ടി. പിന്നെ അതിനുശേഷം പലയിടത്തും ഇങ്ങനെ നാടകങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ തീം എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അന്നത്തെ ഇത്തരത്തിലുള്ള
ഈ പ്രവണതകളും സ്വഭാവ രീതികളും എന്ന് വെച്ചാൽ എന്താ ജാതി തിരിച്ചുള്ള സ്വഭാവ രീതികൾ സത്യം തെറ്റാണ്. അത് അന്ന് ഞാൻ പ്രതികരിച്ചത് തെറ്റാണ്, ഇന്നെനിക്ക് തെറ്റല്ലെന്ന് ഇന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ലണ്ടനിലാണ്. അവിടെ ജാതി മതം ഒന്നുമില്ല. അവർ നിനക്കെന്താണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഓഫീസിലാണെങ്കിൽ എക്സ്ക്യൂസ് മീ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ നീ എനിക്ക് കോഴ താഴട്ടെ, പലിശ പിന്നെന്തോ മറ്റേ പുറകെ കൂടെ പൈസ താഴട്ടെ, കൈക്കൂലി താഴട്ടെ, അത്തരത്തിലല്ല അവരത്. അപ്പം അന്ന് ഞാൻ കണ്ടതും ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയതും ഞാൻ ഡ്രീം ചെയ്തതും ഒക്കെ അന്നത്തെ നന്മ ഇന്ന് ഞാനത് ലണ്ടനിൽ കാണുന്നു. അപ്പം നമ്മൾ എത്രയോ പിന്നോക്കം നിൽക്കുന്നു എന്നാണ് ഇതിൽ കൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. സർ, പലപ്പോഴും പൊതുവെ പ്രവാസി അല്ലെങ്കിൽ അവിടുത്തെ എഴുത്തുകാരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പല ആളുകളും ഇവിടെ പറയാറുണ്ട്, വിമർശിച്ച് പറയാറുണ്ട്, അതിൻ്റെ കഥാതന്തു അധികം ഒരു പൈങ്കിളി സ്വഭാവമുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല, ഗൗരവമുള്ള വിഷയങ്ങൾ എഴുതുന്നില്ല എന്ന് പറഞ്ഞു. അതിനോട് സാർ എത്രമാത്രം യോജിക്കുന്നു? എനിക്കതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞ് ഒരു കാലം കുറച്ച് ആൾക്കാർ കൊണ്ടു നടന്നു. കാരണം അവരുടെ നോവലുകളൊന്നും ആൾക്കാർ വായിക്കുന്നില്ല. വായിക്കുന്നത് ഈ പൈങ്കിളി നല്ല ഭാഷ, മലയാള ഭാഷയാണ് എഴുതി വിടുന്നത്. അതിപ്പോൾ മനോരമയും മംഗളവും ഒക്കെ അന്നത്തെ എൻ്റെ കാലത്ത് അവരൊക്കെ അങ്ങനെ എഴുതി വിട്ടത് കൊണ്ട് കുറച്ച് ആൾക്കാർ വായിക്കുന്നത് വായനാശീലമുണ്ടായി. അതുപോലെ ഗൾഫിലെ പത്രങ്ങൾ വഴിയും. പക്ഷെ അതിനെ നമ്മൾ അത്തരത്തിൽ കാണാൻ പാടില്ല. ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാൻ എഴുതുന്ന കഥയായാലും ഏത് സൃഷ്ടിയായാലും അത് മറ്റുള്ളവർ മനസ്സിലാവണം. അല്ലാതെ നമ്മൾക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത ഒരു ഭാഷ എഴുതിയിട്ട് അത് മനസ്സിലാക്കണം എന്ന് പറയുക അത് ശരിയല്ല. എളുപ്പം മനസ്സിലാവുന്ന രീതിയിൽ ഏത് റീഡർക്കും വായിക്കാവുന്ന രീതിയിൽ ഒരു എഴുതുമ്പോൾ അത് പൈങ്കിളിയായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. കാരണം എന്ന് വെച്ചാൽ കാരണമുണ്ട്. അങ്ങനെയുള്ള മറ്റുള്ളവരോട് ചിലപ്പോൾ ഒരു പക്ഷേ ആ പുസ്തകങ്ങളും ചിലപ്പോൾ അതിൻ്റെ എണ്ണം വിൽപ്പനയിൽ കുറവുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഈ നിരൂപക രംഗത്തുള്ള ആൾക്കാർ അതിനെ കാണുന്ന മറ്റൊരു കണ്ണോട് കൂടിയായിരിക്കും. പക്ഷേ എൻ്റെ ജനപ്രിയ സാഹിത്യം എന്ന് പറഞ്ഞൊരു ലേഖനം തന്നെ ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഞാൻ കാണുന്നത് എൻ്റെ മുന്നിൽ ആർക്ക് വായിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാതെ ഒരു പണ്ഡിതനത് വായിച്ച് എനിക്ക് സർട്ടിഫിക്കറ്റ് തരണമെന്നില്ല. പക്ഷെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എൻ്റെ സൃഷ്ടി വായിക്കണം എന്ന് ഞാൻ അത്തരത്തിലാണ് ഞാൻ കാണുന്നത് അതിനെ. സിബിനും സിമിയും അച്ഛൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല, പക്ഷെ മമ്മി പറഞ്ഞതൊക്കെ കേട്ടു. എന്തുകൊണ്ട് വായിക്കാതിരിക്കുന്നു? അതെന്താണ് വായിക്കാതിരിക്കുന്നത്? മലയാളം അറിയാമല്ലോ, വായിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് വായിക്കാത്തത്? ഇപ്പൊ ഞാൻ പപ്പാന്റെ പുതിയ നോവൽ കാൽപ്പാടുകൾ വായിക്കാൻ ഇച്ചിരി തുടങ്ങി. ഇപ്പൊ നേരത്തെ അങ്ങനെ ഇല്ലായിരുന്നു. എനിക്ക് അത്രയും മലയാളം അറിയായിരുന്നു, പക്ഷെ ഇങ്ങനെ അത്രയ്ക്ക് ഫ്ലുവന്റ് അല്ല. ഞാൻ അച്ഛൻ്റെ പുസ്തകങ്ങളെ കുറച്ച് വലുപ്പമുള്ള പുസ്തകങ്ങളാണ്. അതേസമയത്ത് ഹറോൾഡ് റോബിൻസിന്റെ ഒക്കെ ബുക്സ് ധാരാളം വായിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അച്ഛൻ്റെ പുസ്തകങ്ങൾ എത്രയും 10-25 പുസ്തകങ്ങൾ ഷെൽഫിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് വായിക്കുന്നില്ല? അതൊക്കെ വായിക്കാൻ തുടങ്ങുമല്ലേ ഒന്ന് വായിച്ചപ്പം ഇൻട്രസ്റ്റിംഗ് ആണോ? കാൽപ്പാടുകൾ ഇൻട്രസ്റ്റിംഗ്. അവിടെ ലണ്ടൻ ബേസ്ഡ് ആയിട്ട് അങ്ങനെ. സിബിൻ എന്താ തോന്നുന്നത് അതിനെ കുറിച്ച്? അച്ഛൻ്റെ പുസ്തകങ്ങൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വർക്ക്സ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഒരു ബ്രീഫ് തരും. ഈ മാമി ഇങ്ങനെ ബ്രീഫ് UK സെറ്റിൽ ചെയ്യാൻ കാരണം കുറച്ചു കാലം അല്ലായല്ലോ, 5 വർഷം അല്ലായല്ലോ അവിടെ. അതുവരെ മറ്റ് കൺട്രീസിലായിരുന്നല്ലോ. കുട്ടികളുടെ പഠനത്തെ സൗകര്യം ഏറ്റവും കൂടുതൽ. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ. സാറിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ കൃതികൾ എടുത്ത് നോക്കുമ്പോൾ ഒരു 1-2 ഒഴിച്ചാൽ ബാക്കി എല്ലാ ഒരു 25ഓളം സൃഷ്ടികൾ 14 2 ഒഴിച്ചാൽ ബാക്കി എല്ലാം കായിലാണ് തുടങ്ങുന്നത്. എല്ലാ കൃതികളുടെയും പേരുകൾ കനൽ എല്ലാം നോക്കുമ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണ്, 2 ഒഴിച്ചാൽ 2 മാത്രം സായിൽ തുടങ്ങിയിട്ടുണ്ട്. ബാക്കി എല്ലാം കായിലാണ് തുടങ്ങുന്നത്. എന്താണ് ഈ കായോട് ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം? കായുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കായിലാണ് എൻ്റെ വീട്ടുപേര്, കാരൂർ എന്നാണ്. നമ്മുടെ കാരൂർ നീലകണ്ഠപിള്ള സാറിൻ്റെ സ്ഥലം ആണ് കാരൂർ എന്ന് പറയുന്നത്. പക്ഷേ ഇതെൻ്റെ വീട്ടുപേരാണ്. അപ്പോൾ അതുകൊണ്ടാണ് കായൽ തുടങ്ങിയത്. പിന്നെ എന്തുകൊണ്ട് 1-2 പുസ്തകങ്ങൾ, ഫോർ എക്സാമ്പിൾ സൗദിയുടെ മണ്ണിൽ അത് സുഗന്ധ സുഗുണങ്ങൾ. അപ്പോളേ ഇത് സൗദിയുടെ മണ്ണിൽ എന്ന് പറയുമ്പോൾ അത് സൗദിയുടെ ഒരു ലേഖനമാണ്, വിദ്യാർത്ഥി മിത്രം അത് പുറത്തിറക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടി. അപ്പോൾ അത് മറ്റൊരു പേര് കായൽ കിട്ടിയില്ല.
സൗദിയെ പറ്റി എഴുതണമെങ്കിൽ കായ് കിട്ടിയിരുന്നെങ്കിൽ അതും കായലിട്ടേനെ. വേറൊരു സാമ്യമുണ്ട്. സാറിന്റെ പേരിന്റെ തുടക്കം സായിലാണല്ലോ, സോമൻ. നോ അതുമായിട്ട് ബന്ധമില്ല. ഇത് വീട്ടുപേരുമായിട്ട് ബന്ധപ്പെടുത്തിയതാണ്, മറ്റൊന്നും അതിനില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ അതിനൊരു പ്രത്യേക രാശിയൊന്നും വെച്ചിട്ട് നോ നത്തിങ് ലൈക്ക് ദാറ്റ്. കാരണം ഇനിയിപ്പോ കായൽ അല്ലാത്തൊരു പേരിട്ട് വന്നാൽ എന്ത് ചെയ്യും? അല്ല, ഇതേപോലെ ഒരു നോവൽ എഴുതി അതിൽ കായലൊരു പേര് സൂട്ടബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ബലം പിടിച്ച് കായലിടുവോ? ഇല്ല, ഇപ്പം തന്നെ പിന്നെ കഥകൾ ഉറങ്ങുന്ന പുണ്യഭൂമി ഇപ്പം SPCS അത് അവർ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞു അത് അവർ വഴി ഇറക്കണമെന്ന് അവരാഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെയും പേര് വന്നിരിക്കുന്നത് കഥകൾ ഉറങ്ങുന്ന പുണ്യഭൂമി എന്നാണ്. കാരണം അത് ഗൾഫിലെ എല്ലാ രാജ്യങ്ങളെയും ബന്ധപ്പെടുത്തി ഉള്ള ഒരു സംഭവമാണത്. ലേഖനങ്ങളാണത്. ഉദാഹരണത്തിന് ആദിമ മനുഷ്യർ, പിന്നെ മക്കയുടെ ഉത്ഭവം, യേശുക്രിസ്തു ദൈവപുത്രനോ മുഹമ്മദ് പ്രവാചകനോ, അത്തരത്തിൽ ഓരോ നമ്മൾ പഠനാത്മകമായിട്ട് ഒരു കുറച്ച് കാര്യങ്ങൾ അതിനകത്ത്, പിന്നെ ഓരോരോ രാജ്യത്തിൻ്റെ കുറച്ച് ചരിത്ര സംഭവങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ലേഖനമാണത്. എല്ലാം അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും കായൽ വരത്തുള്ളൂ എല്ലാം. ഇപ്പം തന്നെ അടുത്ത് തന്നെ എൻ്റെ ഒരു കവിത ഇപ്പം തന്നെ ഒരു കവിതാ സമാഹാരം വരുന്നുണ്ട് ഇവിടെ. അതിൻ്റെ പേര് കറുത്ത പക്ഷികൾ എന്നാണ്. അപ്പോൾ കായലാണതും. പ്രവാസികളായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ മാത്രമേ എഴുതുള്ളൂ എന്ന തീരുമാനമല്ലോ ഉണ്ടോ? എൻ്റെ പ്രധാനമായിട്ട് കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. ഇപ്പം കിനാവുകളുടെ തീരം നോവല്, അത് ഗൾഫ് പശ്ചാത്തലമുള്ള നോവലാണ് അത്. പിന്നെ ഇപ്പോഴത്തേത് യൂറോപ്പിൽ നിന്നുള്ള ആദ്യത്തെ മലയാളം നോവലാണ് ഈ കാൽപ്പാടുകൾ എന്ന് പറയുന്നത്. പിന്നെ സൗദിയുടെ മണ്ണിൽ അവിടുത്തേതാണ്. പിന്നെ കനൽ നോവൽ കേരളവും അവിടെ രണ്ടും 50-50% അത് വരും. പിന്നെ മുൻപുള്ള പിന്നെ നമ്മുടെ പാറപ്പുറം പ്രവാസി അവാർഡ് നേടിയ ഒരു നോവലുണ്ട്, കഥനമഴ നനഞ്ഞപ്പോൾ. അതിവിടുത്തെ കഥയാണ്. കടൽക്കര വിദ്യാർത്ഥി മിത്രർക്ക് കടൽക്കര 1985 ഇറക്കിയ കടൽക്കര ഇവിടുത്തെ കടൽക്കരയിലെ പ്രശ്നമാണ്. കാലചക്രം അത് റേഡിയോ നാടകമാണ്. റേഡിയോ നാടകം, 2 റേഡിയോ നാടകങ്ങളാണ്. പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് വിദേശ മലയാളികൾക്ക് ഒന്നിനും സമയമില്ല എന്നുള്ളത്. ഇപ്പം സാർ ഇത്രയും എഴുതാൻ എങ്ങനെ സമയം കണ്ടെത്തുന്നു? നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സമയം കണ്ടെത്താൻ പറ്റുമെന്നു. കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ തകഴി ശങ്കരപിള്ള സാറാണ് എന്നെ അത് പഠിപ്പിച്ചത്. അദ്ദേഹം രാവിലെ എഴുന്നേറ്റിരുന്ന് എഴുതുമെന്ന് പറയും. എന്നോട് പറയും നീ അങ്ങനെ എഴുതി തുടങ്ങ്, രാവിലെ എഴുന്നേറ്റിരുന്ന് എഴുതുക. അതാ എന്നെ അദ്ദേഹമാണ് എൻ്റെ ഗുരു ആ കാര്യത്തിൽ. അത് പിന്നെ അന്ന് മുതൽ സത്യം പറഞ്ഞാൽ അതിനുശേഷം ഞാൻ അതിരാവിലെ എഴുതി. എത്ര വലിയ ശൈത്യമുള്ള പിന്നെ രാവിലെ ശൈത്യമുള്ള കാലത്തൊക്കെ ഞാൻ അതിരാവിലെ എഴുതി 2 മണിക്കൂറൊക്കെ ഇരുന്ന് എഴുതും ഞാൻ. പിന്നെ രാത്രി പിന്നെ അതുപോലെ തന്നെ 2 മണിക്കൂർ രാത്രിയിൽ ഇരിക്കും. ഒരു 12 വരെ എല്ലാവരും ഉറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇരിക്കും ഞാൻ. അത്തരത്തിലാണ് ഞാനിത് എഴുതി തീർക്കുന്നത് സത്യത്തിൽ. Jai Hind TV, for the family, for the nation. ഓരോ നോവലിൽ നിന്നും മറ്റൊരു നോവൽ വ്യത്യസ്തമാവണം എന്ന്, പ്രത്യേകിച്ച് അവിടെയുള്ള പ്രത്യേകിച്ച് പ്രവാസ ജീവിതത്തിലെ ആളുകളുടെ കഷ്ടപ്പാടുകളും അതിൻ്റെ പ്രോബ്ലങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് എന്തെങ്കിലും സ്വന്തം, അതായത് നമ്മുടെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും എവിടെയെങ്കിലും ഏടുകളിൽ എവിടെയെങ്കിലും വരുന്നുണ്ടല്ലോ. അതിലെല്ലാം ഇപ്പം ഉദാഹരണത്തിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കേരള കോമഡിയിൽ ഒരു കഥ വന്നു, വെള്ളക്കുതിരകൾ. ഇവിടുന്ന് വന്ന ഒരു ഡോക്ടറുടെ കഥയാണ് അത്. ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു ഡോക്ടറുടെ കഥ. അതെ. അപ്പോൾ അത് ഞാൻ എഴുതാൻ കാരണം എന്ന് പറയുമ്പോൾ അവിടുന്ന് ഒരു ഡോക്ടർ വന്ന് ഇവിടുത്തെ MBBSന് അവിടെ വന്നാൽ ഒരു ഡോക്ടറായിട്ട് ജോലി കിട്ടില്ല. അവരുടെ ടെസ്റ്റ് പാസ്സാകണം. അത് ഇച്ചിരി നോട്ട് ഈസി, അത് ടഫാണ് അവരുടേത്. അത് നമ്മുടെ സർട്ടിഫിക്കറ്റൊന്നും അവിടെ യാതൊരു വിലയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരാളം ഡോക്ടേഴ്സ് അങ്ങനെ കടകളിൽ ജോലി ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയതുകൊണ്ട് എനിക്കത് എഴുതാൻ കഴിഞ്ഞു. അപ്പോൾ ഞാനും ഇതുപോലെ ഒരു കാലത്ത് ജോലിക്ക് വേണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടന്നവനാണ്. അപ്പോൾ എൻ്റെ ബന്ധം അതിനകത്തുണ്ട്. നമ്മുടെ ഇവിടെ ഏതോ രീതിയിൽ അത് കണക്റ്റഡ് ആണ്. യെസ്. എല്ലാ കഥകളിലും എല്ലാ നോവലുകളിലും അത് എൻ്റെ അംശമുണ്ട് അതിനകത്ത്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യയിൽ 21 സ്റ്റേറ്റ് ഉണ്ടായിരുന്ന സമയത്ത് 17 സ്റ്റേറ്റിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ വിദേശ രാജ്യങ്ങൾ 14 രാജ്യങ്ങൾ, അവിടെ ആഴ്ചകൾ മാസങ്ങൾ ജീവിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ എൻ്റെ അനുഭവങ്ങൾ ധാരാളമുണ്ട് എനിക്ക് എഴുതാൻ.
ഇപ്പോൾ പൂർണ്ണമായിട്ടും ലണ്ടനിൽ തന്നെയാണ് താമസം സംഭവങ്ങൾ. ഇവിടെ വളരെ കുറച്ച് ഇവിടെ ആഴ്ചയിൽ വർഷത്തിലൊരിക്കൽ വരും. വെക്കേഷൻ ആയിരിക്കും. വെക്കേഷൻ സമയത്ത് വരുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. ഇവിടുത്തെ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ വല്ല സൃഷ്ടികൾ മനസ്സിലുണ്ട്? ഇല്ല, ഇവിടുത്തെ സൃഷ്ടികളൊന്നും എഴുതാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇഷ്ടംപോലെ നല്ല നല്ല എഴുത്തുകാരുണ്ട്. അവരതിനെപ്പറ്റി അവരെഴുതിക്കോട്ടെ. ഇനിയും ഞങ്ങൾ പുറത്തുനിന്നുള്ള എഴുതി കൊടുക്കാം. കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട ബഹുമതികൾ എന്തൊക്കെയാണ്? നേരത്തെ ബഹുമതികൾ തുടക്കത്തിൽ നമുക്കൊരു ഒരാള് ഒരു അവാർഡ് തന്നിട്ടാണ് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞ പോലെ അതിനുശേഷം വളരെ നല്ല ഒരുപാട് ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. അതെ, എനിക്ക് പ്രധാനമായിട്ടും കിട്ടിയ പിന്നെ ബഹുമതികൾ ധാരാളം ഉണ്ട്. ഈ പ്രധാനപ്പെട്ട പറയാം. പ്രധാനപ്പെട്ടത് പാറപ്പുറം പ്രവാസി അവാർഡ്, പിന്നെ ഭാഷാമിത്രം അവാർഡ്, പിന്നെ വേൾഡ് മലയാളി കൗൺസിൽ, ഇങ്ങനെ കുറച്ചുണ്ട്. ഇപ്പോൾ അവിടെ താമസം, അവിടെ ലണ്ടനിൽ താമസമാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലെ പ്രവാസ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ടോ? ഉണ്ട്. അതിന്റെ കാരണം ഇപ്പോൾ അവിടുത്തെ ലണ്ടനിലെ സംഭവം എഴുതി, ഇനിയിപ്പോൾ അടുത്തൊരു USA നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന് ഇൻസിഡന്റ് കിട്ടി, അത് എഴുതാൻ ഇല്ല. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം കാൽപ്പാടുകൾ നോവലിനെ പറ്റി പാശ്ചാത്യ നോവലാണത്. അത് ലിങ്കുള്ള, അതെല്ലാം ബന്ധപ്പെട്ടതാണ്. അവിടുത്തെ ജീവിതവും ഇവിടുത്തെ ജീവിതവും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരല്പ വ്യത്യാസമേ ഉള്ളൂ. കഥകളെല്ലാം ഏതാണ്ട് സെയിമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓസ്ട്രേലിയയോ കാനഡയോ അല്ലെങ്കിൽ അമേരിക്കയോ ബ്രിട്ടനോ അല്ലെങ്കിൽ ഇറ്റലിയോ സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ഏതാണ്ട് ഒരുപോലെ അല്പ വ്യത്യാസം, അത്രേ ഉള്ളൂ. അതിനപ്പുറത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് പുതിയത്. പറയാൻ കാരണം ചിലപ്പോൾ ചില ആളുകളുടെ വർക്കുകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ആ രാജ്യത്ത് സഞ്ചരിച്ച ആ രാജ്യത്ത് ഒരുപാട് നേരം താമസിച്ച പോലെ ഒരു എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ സൗദി അറേബ്യയിൽ താങ്കൾ ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു അവിടുത്തെ റൂൾസ് അല്ല ബ്രിട്ടനിലെ. പ്രത്യേകിച്ച് എഡ്യൂക്കേഷനിലും മറ്റു കാര്യങ്ങളിലൊക്കെ കുട്ടികൾ അതിലൊക്കെ വളരെയധികം വ്യത്യാസമുണ്ട്. ആളുകൾക്ക് പരസ്പരമുള്ള റെസ്പെക്റ്റിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ശരിക്കും സാറിന്റെ സൃഷ്ടികളിലൂടെ മറ്റുള്ള റീഡേഴ്സിന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതിൽ. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം മറ്റേതെങ്കിലും കൺട്രീസിലെ വല്ല അനുഭവങ്ങൾ വെച്ച് എഴുതാനുള്ള പുതിയ വല്ല വർക്കുകളും ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തേത് ഈ നോവലാണ്, തീർക്കാന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതിലോട്ട് പോകുമെന്നുള്ളതാണ്. പിന്നെ ഈ ഗൾഫ് അല്ലെങ്കിൽ നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവിടെ പോയി പഠിച്ചിട്ടുള്ള, അവിടെ ജനിച്ചു വളർന്നൊരു കുട്ടിയോ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ലെന്ന് പറയും. മനസ്സിലാക്കണം. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മതരാഷ്ട്രീയ ഈ ഛിദ്രങ്ങളും അടിപിടികളും കൊലപാതകങ്ങളെ, ബന്ധുക്കളെ, മനുഷ്യ ജീവിതത്തിന് ദുസ്സഹമായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ധാരാളം സിറ്റികൾ പാശ്ചാത്യ രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലണ്ടനാണ്. കാരണം അവിടുത്തെ ജീവിതം വളരെ പ്രൊട്ടക്റ്റഡാണ്. എൻ്റെ അടുത്ത് താമസിക്കുന്ന പല രാജ്യക്കാരാണ്, ആരുമായിട്ടൊരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. ഇപ്പം എൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരാൾ ഉറച്ചു സംസാരിച്ചാൽ 999 കറക്കിയാൽ പോലീസ് 5 മിനിറ്റിനുള്ളിൽ അവിടെ വന്നിരിക്കും. വീട്ടിൽ പോലും സംസാരിക്കാൻ പാടില്ല. എന്നാലോചിച്ച് നോക്കാം. ഇപ്പം നമ്മൾ ഇവൻ കുട്ടികളോട് പോലും ഒരുപാട് ഡിസ്റ്റർബൻസ് ആവാൻ പാടില്ല. അത് മാത്രമല്ല, ഇവൻ ഭാര്യയോട് പോലും റെസ്പെക്ടോടെ സംസാരിച്ചോണം. എന്തായാലും സാറിന്റെ പുതിയ ഇനിയുള്ള കലാരംഗത്തായാലും ശരി, ഔദ്യോഗിക രംഗത്തായാലും ശരി, എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഈ നീലാംബരി എന്ന പ്രോഗ്രാമിൽ കുടുംബസമേതം വന്ന് ഞങ്ങളുടെ നീലാംബരി പ്രേക്ഷകർക്ക് വേണ്ടി കുറേ നേരം അനുഭവങ്ങൾ പങ്കിട്ടതിൽ സന്തോഷം. നന്ദി. ആർദ്രമാം ധന്യ നിമിഷം, ശ്രുതി സാന്ദ്രമാം രമ്യ നിമിഷം.